അസ്സലാമു പ്രിയപ്പെട്ട മോമിനിങ്ങളെ, മരണവാർത്തയാണ്, ആരും മുഷിപ്പ് തോന്നരുത്. ഏറെ വേദനിപ്പിക്കുന്ന രണ്ട് മരണവിവരമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഒരുപാട് മരണവിവരങ്ങൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. ഇവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നാടിനും നാട്ടുകാർക്കും തീരാ നഷ്ടമായ ഒരു മരണം. കാനത്തിൽ ജമീല എന്ന 59-കാരിയുടെ മരണം. ക്യാൻസർ ബാധിതയായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാട്ടുകാരുടെയൊക്കെ പ്രിയപ്പെട്ടവരായിരുന്നു. അവസാന ഘട്ടമായിരുന്നു ഇങ്ങനെ ഒരു രോഗം ഇവരെ പിടികൂടിയിട്ടുണ്ടെന്ന് ഇവർ തന്നെ അറിയുന്നത്. ചികിത്സയിലിരിക്കുമ്പോഴും ഏറെ പ്രതീക്ഷയിലായിരുന്നു അവരുടെ സംസാരവും പെരുമാറ്റവും. ചോദിക്കുന്നവരോടൊക്കെ ശക്തി പകരുന്ന വിധത്തിലുള്ള മറുപടിയായിരുന്നു. പ്രിയമുള്ളവരെ, ചെറിയൊരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റലിലാണുള്ളത്. കുറച്ച് ചികിത്സ വേണ്ടി വരും. അതുവരെ നിങ്ങളിൽ ഞാൻ ഉണ്ടാവില്ല, നിങ്ങളുടെ അടുത്ത് ഞാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കാനത്തിൽ ജമീല എന്ന ഇവരുടെ സമീപനം. അത് ആളുകൾക്കൊക്കെ ഏറെ പ്രതീക്ഷ നൽകി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് കാനത്തിൽ ജമീല നിയമസഭയിലെത്തുന്നത്. സമീപകാലത്ത് രോഗബാധയെ തുടർന്ന് പൊതുപ്രവർത്തന മേഖലയിൽ നിന്നും മാറി നിന്നുവെങ്കിലും ആരോഗ്യനില മെച്ചപ്പെടുന്ന സാഹചര്യത്തിൽ അവര് ജനങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ ആ നാടിന്റെ പ്രിയപ്പെട്ടവരായിരുന്നു. 1995 ആദ്യമായി തലക്കുളത്ത് ഗ്രാമപഞ്ചായത്ത് അംഗമായി വിജയിച്ചു. അവിടുന്നാണ് ജമീലയുടെ ജൈത്രയാത്ര തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവരാണ് മരണപ്പെട്ടത്. വേറെ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത, പ്രിയപ്പെട്ടവരെ, ഈ ഒരു 22 വയസ്സുകാരൻ്റെ മരണമാണ്. പ്രിയപ്പെട്ടവരെ, അശ്രദ്ധ മൂലം എത്രയെത്ര ചെറുപ്പക്കാരാണ് മരണപ്പെട്ടു പോകുന്നത്. ആർക്കും ഒന്നിനും ടൈമില്ലാതായിരിക്കുന്നു. ഒരു ചെറിയൊരു അശ്രദ്ധ മൂലം സംഭവിക്കുന്നത് വലിയൊരു ദുരന്തമാണെന്ന് ആരും ഓർക്കുന്നില്ല, ഓർക്കാൻ സമയവുമില്ല. മരണം എന്നുള്ളത് പടച്ചറബിന്റെ കലാ ആണ്, പടച്ചറബിന്റെ വിധിയാണ് എന്ന് വെച്ച് അപകടങ്ങളിൽ ചെന്ന് ചാടാനൊന്നും പടച്ചറബ് പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കണം. ബുദ്ധിയും ശക്തിയും കഴിവും ചിന്തിക്കാനുള്ള ശേഷിയും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ചിന്തിക്കണം. ചെറിയൊരു അശ്രദ്ധയും തിടക്കവുമാണ് ഈ ഒരു അപകടത്തിന് കാരണമുണ്ടാക്കിയത്. എല്ലാ അപകടത്തിലും ചെന്ന് ചാടിയിട്ട് പടച്ചറബ് നോക്കിക്കളിയും എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പ്രിയപ്പെട്ടവരെ, തൃശ്ശൂരാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ദേശമംഗലം മേലെ തലശ്ശേരി ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന അത്താണിക്കൽ വീട്ടിൽ മുസ്തഫയുടെ മകൻ മുഹമ്മദ് ഫാരിസാണ് അതിദാരുണമായി മരണപ്പെട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയണ്ടേ? മുഹമ്മദ് ഫാരിസിന്റെ ജോലി ബൈക്ക് വർക്ക്ഷോപ്പിലായിരുന്നു. അവിടുന്ന് കേടായ ഒരു ബൈക്ക് നന്നാക്കുകയായിരുന്നു. ബൈക്കിന്റെ പെട്രോൾ ടാങ്കിൽ നിന്നും വരുന്ന പൈപ്പ് ക്ലീൻ ചെയ്യുകയായിരുന്നു. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കെ ബാറ്ററിയുടെ സ്പാർക്ക് ഒന്ന് നോക്കിയതായിരുന്നു അത്രേ. അപ്പോൾ അതിൽ നിന്നും വന്ന ആ ഒരു സ്പാർക്ക്, ആ ഒരു തീപ്പൊലി, ഇതെല്ലാവരും ശ്രദ്ധിക്കണം. ആ സ്പാർക്കിൽ നിന്നും വന്ന തീ അടുത്തുണ്ടായ പെട്രോൾ കുപ്പിക്ക് തീ പിടിക്കുകയായിരുന്നു. തീ പിടിച്ചതും പെട്ടെന്ന് തന്നെ ഇവിടെ തീഗോളമായിരുന്നു അത്രേ ഉണ്ടായത്. തീ കൊണ്ട് ഫാരീസിനെ പൊതിയുകയായിരുന്നു എന്ന് കണ്ടു നിന്നവരൊക്കെ പറയുന്നു. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു, വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്രേ. കണ്ടു നിന്നവരൊക്കെ തലയിൽ കൈവച്ച് പോയത്രേ. ഗുരുതരമായി പൊള്ളലേറ്റ ഫാരീസിനെ ഉടൻ തന്നെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ ഫാരീസ് അതിതീവ്ര പരിചരണത്തിലായിരുന്നു. അങ്ങനെ അവിടെ ചികിത്സയിലായിരിക്കെയാണ് ഫാരിസ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചെറുപ്പക്കാരനാണ്, 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. നമ്മുടെയൊക്കെ എത്രയെത്ര മക്കളാണ് ഇതുപോലെ പെട്ടെന്നും പുടുന്നനെയും മരണപ്പെട്ടു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം 5 നേരവും. മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ചറബിന്റെ ഒരു സംരക്ഷണ വലയം അവരിൽ ഉണ്ടാകും. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത്. ആ ഒരു വേർപാടിന്റെ വേദനയിലാണ് ആ നാടും ആ കുടുംബവും. ആ കുടുംബത്തിന് വേണ്ടിയും എല്ലാവരും ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിന്റെ ഏറെ പ്രതീക്ഷയായിരുന്നു ഫാരിസ്. കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു മോനായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. അർഹമുറാഹിമായ റബ്ബെ, പടച്ചറബ്ബെ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ. ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബെ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബെ. പടച്ചറബ്ബെ, ചെറിയ മോനാണ് റബ്ബെ, 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പടച്ചറബ്ബെ, നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ. ആ പൊന്നുമോന് മഅഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ.
സ്വർഗീയ പൂങ്കാവനം തന്നെ നീ തുറന്നു കൊടുക്കണേ റബ്ബേ. കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള മരണത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. കാനത്തിൽ ജമീല എന്ന ഈ ഒരു സ്ത്രീയുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. ആരും മുഷിപ്പ് തോന്നരുത്. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.